നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വയനാട് പൂക്കോട് വെറ്ററിനറി കോളേജ് ഹോസ്റ്റലിൽ JS സിദ്ധാർത്ഥൻ മരിച്ച സംഭവത്തിൽ പിതാവിന്റെയും മാതാവിന്റെയും മൊഴിയെടുത്ത് അന്വേഷണ സംഘം ഇപ്പോൾ അന്വേഷണം കൂടുതൽ ഊർജിതമാക്കിയിരിക്കുകയാണ്. സിദ്ധാർത്ഥിന്റെ മരണത്തിന് ശേഷം പരാതി നൽകിയ പെൺകുട്ടിക്കെതിരെ അന്വേഷണം വേണമെന്നാണ് ഇവർ ഇപ്പോൾ പ്രധാനമായും ആവശ്യപ്പെടുന്നത്. മകന്റെ മരണത്തിൽ ആ പെൺകുട്ടി മുഖ്യ കണ്ണിയാണെന്നും ഗൂഢാലോചന കുറ്റം ചുമത്തണമെന്നും മാതാപിതാക്കൾ ആവശ്യപ്പെട്ടു. എന്തിനാണ് മരണശേഷം പെൺകുട്ടി പരാതി നൽകിയത് എന്ന് അറിയണമെന്നും സിദ്ധാർത്ഥിന്റെ പിതാവ് ജയപ്രകാശ് പറഞ്ഞു. പെൺകുട്ടിക്കെതിരെ ഇരുവരും മൊഴി നൽകിയിട്ടുമുണ്ട്. മൊഴിയെടുക്കാനായി അന്വേഷണ ഉദ്യോഗസ്ഥനായ DYSP PN സജീവനും സംഘവുമാണ് എത്തിയത്. ഇവർക്ക് മുമ്പിലാണ് മാതാപിതാക്കൾ മൊഴി നൽകിയത്. കേസിൽ ആന്റി റാഗിംഗ് സെല്ലിന്റെ റിപ്പോർട്ടിൽ പേരുണ്ടായിരുന്ന അക്ഷയ് എന്ന വിദ്യാർത്ഥിക്കെതിരെയും അന്വേഷണം വേണമെന്ന് സിദ്ധാർത്ഥിന്റെ പിതാവ് ആവശ്യപ്പെട്ടു. കേസിലെ 19-ാമനാണ് അക്ഷയ് എന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. മൂന്നാറിലെ പ്ലാന്ററുടെ മകനായി ഇയാളെ സംരക്ഷിക്കുന്നത് MM മണിയാണെന്ന ആരോപണവും ഉയരുന്നുണ്ട്. യൂത്ത് കോൺഗ്രസ് നേതാവ് അബിൻ വർക്കി അടക്കമുള്ളവർ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. സിദ്ധാർത്ഥിനെതിരെ പരാതി കൊടുത്ത പെൺകുട്ടിയെ ഇനിയും പോലീസ് കേസിൽ പ്രതി ചേർത്തിട്ടില്ല. തൃശൂർ ജില്ലയിൽ നിന്നുള്ള ഈ പെൺകുട്ടിയുടെ അമ്മ പോലീസിൽ മിനിസ്റ്റീരിയൽ വിഭാഗം ജീവനക്കാരിയാണ് അടക്കമുള്ള ആക്ഷേപവും ഉയരുന്നുണ്ട്. സിദ്ധാർത്ഥിന്റെ മരണത്തിലെ കൂടുതൽ വസ്തുതകൾ പുറത്തു വരണമെങ്കിൽ പരാതി നൽകിയ പെൺകുട്ടിയുടെയും മൊഴി എടുക്കേണ്ടി വരും. നിലവിൽ കൂടുതൽ അന്വേഷണം പോലീസ് നടത്തുന്നില്ല എന്നാണ് സൂചന. അറസ്റ്റിലായവരിലേക്ക് അന്വേഷണം ചുരുക്കാനാണ് സമ്മർദ്ദമെന്നും ആരോപണമുണ്ട്. അതിനിടെ കോളേജ് ഡീൻ MK നാരായണൻ, അസിസ്റ്റന്റ് വാർഡൻ R കാന്തനാഥൻ എന്നിവർക്കെതിരെ കൊലക്കുറ്റം ചുമത്തണമെന്ന് സിദ്ധാർത്ഥിന്റെ അച്ഛൻ T ജയപ്രകാശ് ആവശ്യപ്പെട്ടു. ഇരുവരുടെയും സസ്പെൻഷൻ നല്ലതു തന്നെയാണ്. മരണത്തിൽ ഇരുവർക്കും മുഖ്യ പങ്കുണ്ട്. ഇരുവരും കേസിൽ പ്രതിയാക്കിയില്ല എങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും ജയപ്രകാശ് പറഞ്ഞു. പെൺകുട്ടിയെയും അന്വേഷണത്തിന്റെ ഭാഗമായാണ് കുടുംബം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇക്കാര്യത്തിൽ തെളിവുകൾ പുറത്തു വരുമ്പോൾ അന്വേഷണം എല്ലാ അർത്ഥത്തിലും അട്ടിമറിക്കപ്പെട്ട അവസ്ഥയിലാണ്. രാഷ്ട്രീയ സ്വാധീനമുള്ളവരെ എല്ലാം പോലീസ് വെറുതെ വിടുമെന്നാണ് ആരോപണം. ഗൂഢാലോചനയിൽ പെൺകുട്ടിക്ക് വ്യക്തമായ പങ്കുണ്ട്. എന്നിട്ടും അന്വേഷണത്തിന്റെ ഭാഗമാകാത്തത് ദുരൂഹത തുടരുകയാണ്. ഉറ്റ സുഹൃത്താണ് മരണത്തിൽ മുഖ്യ സൂത്രധാരനെന്നും ഇയാളെയും കേസിൽ പ്രതിയാക്കണമെന്നും സിദ്ധാർത്ഥന്റെ അമ്മാവൻ ഷിബു കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു. സിദ്ധാർത്ഥൻ ക്രൂരമർദ്ദനത്തിന് ഇരയായ 3 ദിവസവും ഇയാൾ ഒപ്പമുണ്ടായിരുന്നു. സിദ്ധാർത്ഥനെ ഫോണിൽ കിട്ടാതായപ്പോഴൊക്കെ ഇയാളെയാണ് വിളിക്കുക. എപ്പോഴും നെടുമങ്ങാട്ടെ വീട്ടിൽ വന്നു പോയിട്ടുമുണ്ട്. പക്ഷെ ഇതിനെക്കുറിച്ച് ഒന്നും തന്നെ പറയാത്തത് എന്തുകൊണ്ടാണെന്നാണ് അച്ഛൻ ചോദിക്കുന്നത്. എന്തായാലും ഈ ഒരു ജനരോക്ഷം ആളിക്കത്തുകയാണ്. KSU, അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ്, മഹിളാ കോൺഗ്രസ് അടക്കമുള്ളവർ നടത്തുന്ന സമരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്നു വരികയാണ്.